അല്ല, നീ എങ്ങോട്ടാ രാവിലെ? ഇഷ്ടമുള്ളിടത്തേക്ക്. എന്നാ ഞാനും കൂടെ വരാം. വേണ്ട. നീ ഷർട്ട് ഇപ്പൊ വാങ്ങി? സൗകര്യമുള്ളപ്പോ. നീ പുതിയതൊന്നും വാങ്ങിയില്ലേ? നിന്റെ ഒരു പഴയ ഷർട്ട് ഞാൻ എടുത്തോട്ടെ? വേണ്ട. എടാ, എനിക്ക് ആകപ്പാടുള്ളത് നീ തന്നെ പഴയ ഷർട്ടാ. ഒരെണ്ണം ഞാൻ എടുക്കും. നാണമില്ലാത്തടുത്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? എടാ, നീ എന്തിനാ എന്നോട് വിളിക്കുന്നത്? നീ രാധിയെ കാണാൻ പോവല്ലേ? അത് ശരി. അപ്പൊ വീണ്ടും എന്തെങ്കിലും ഉടക്കുണ്ടാക്കാനുള്ള പുറപ്പാടാണല്ലേ? നിങ്ങൾ നന്നായിരിക്കണമെന്ന് തന്നെയാടാ എനിക്ക്. അതായത്, അല്ല, ഞാൻ പറയുന്നതേ, ഇനിയിപ്പോ എന്തെങ്കിലും കാരണവശാൽ രാധികയുടെ വീട്ടുകാര്, അത് അവനവൻ ഓരോ വിലയുണ്ട്, അത് കളയരുന്നേ ഞാൻ പറയുന്നുള്ളൂ. ഉപദേശമൊന്നും എനിക്ക് ആവശ്യമില്ല. കാരണം നീ ഷൂസ് ഇട്ടത് മാറിപ്പോയി. അറിയാം, ഞാൻ മനഃപൂർവ്വം തിരിച്ചിട്ടിരിക്കുന്നതാ. എടാ, ഞാൻ പറയുന്നൊന്ന് കേൾക്ക്. ഞാനും കൂടെ വരാം. വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഹരി, മോനെ, നമ്മുടെ തുളസിക്ക് ഞാൻ അറിഞ്ഞു അമ്മേ. കുട്ടിക്കാലം മുതലേ ആഗ്രഹിച്ചതാ തുളസിയെ. നമ്മൾ ആഗ്രഹിച്ച പോലെയൊക്കെ നടക്കണമെന്നുണ്ടോ അമ്മേ? ഞാനും ഒരു അത്താഴപ്പട്ടിണി. ഇത് നല്ല ബന്ധാ. ഇലക്ട്രിസിറ്റിയിലെ ലൈൻമാൻ എന്നൊക്കെ പറഞ്ഞ ചില്ലറയാ. ഒരു പ്രദേശം മുഴുവൻ ഇരുട്ടിലാക്കണമെങ്കിൽ അയാൾ മാത്രം വിചാരിച്ചാൽ മതി. ഈ വീട്ടിൽ അയാൾ പ്രകാശം വരുത്തുമെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാ മോനെ. എനിക്കറിയില്ലേ അമ്മേ, വിശക്കുമ്പോ ഒരു നേരത്തെ ചോറ് വേണമെങ്കിൽ ധൈര്യമായിട്ട് കയറി വരാൻ പറ്റുന്നത് ഈ വീടാ. ആ കൂറ് എനിക്ക് എന്നും ഉണ്ടാവും. കാശൊഴിച്ചുള്ള എന്ത് സഹായം വേണമെങ്കിലും ഞാൻ ചെയ്യാം. തുളസിയുടെ കല്യാണം നമുക്ക് പൊടി പൊടിക്കാമേ. എന്താ ഒന്നും പറയാത്തത്? നമുക്കിറങ്ങാം. ആ, ഇറങ്ങാൻ പറ്റേ. വിളിപ്പിച്ചത് ഞാനേ. ഇരിക്കെ. അച്ഛനെവിടെ? കാര്യങ്ങളെല്ലാം അഡ്വക്കേറ്റ് പറയും. മിസ്റ്റർ കണ്ണൻ, ഏതായാലും കാര്യങ്ങൾ ഇത്രത്തോളം എത്തി. ഇനി കോടതിയിലേക്കും പ്രശ്നങ്ങൾ വലിച്ചഴക്കണോ? കണ്ണൻ ഇതിലൊരു ഒപ്പിട്ടേക്കോ? എന്താ ഇത്? നിങ്ങളുടെ ബന്ധം സ്വമേധയാ വേർപെടുത്താൻ സമ്മതിച്ചുകൊണ്ടുള്ള കരാറാണ്. ഒപ്പിട്ടോളൂ. രാധിക അതിന് സമ്മതിച്ചോ? അവള് തന്നെയാ മുൻകൈ എടുത്തിരിക്കുന്നത്. എന്നാൽ എനിക്ക് സമ്മതമല്ല. എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അവൾക്ക് നിന്നെ വേണ്ടെങ്കിൽ? അതുകൊണ്ട് രാധിക എനിക്ക് വേണ്ടെന്ന് അർത്ഥമുണ്ടോ? വീണ് കിട്ടിയ ഭാഗ്യം കൈയൊഴിയാനുള്ള മടിയാണല്ലേ? സാരമില്ല, എത്ര പണം വേണമെങ്കിലും ഞാൻ തരാം. പണമോ? അതുകൊണ്ട് ബന്ധങ്ങൾ ചേർക്കാനും പിരിക്കാനും പറ്റുമോ? എന്റെ കയ്യിൽ അതില്ലാതെ പോയി. ഉണ്ടായിരുന്നെങ്കിൽ ഈ ബന്ധം പിരിക്കാതിരിക്കാൻ വേണ്ടി എത്ര പണം വേണമെങ്കിലും ഞാൻ അങ്ങോട്ട് തരാം. എന്താ ഇത്? നീ അനുസരിക്കില്ല. മാധവൻകുട്ടി, എന്റെ പെങ്ങളെ മാത്രം കിട്ടിയില്ലടാ വാട്ടി. നിന്നെ മനസ്സിലാക്കാൻ കഴിയാത്തവരുമായിട്ടുള്ള ബന്ധം എന്തിനാ കണ്ടാ നിനക്ക്? കളഞ്ഞിട്ട് വാടാ.
വലിയ പണക്കാരനാണ് ഇയാള് പൂവിട്ട് പൂവിച്ചേനെ. നീ വാടാ. ഇതിലൊപ്പിടാതെ നീ പണിക്ക് പുറത്തു പോവില്ല. മനുഷ്യന്റെ രൂപം ഉണ്ടല്ലോ സാറേ, പിന്നെ എന്താ മൃഗത്തിന്റെ സ്വഭാവം? പേടിപ്പിക്കണ്ട, ഒപ്പിട്ട് കൊടുത്തേക്കടാ. അച്ഛനതി പങ്കിലടാ, ഒപ്പിട്ട് കൊടുത്തരും മോനെ. എന്റെ മോക്ക് ഒരു നല്ല ബന്ധം ഉണ്ടാവുന്ന മനക്കോട്ട കിട്ടി. നിന്റെ ഭാര്യയാകാനുള്ള ഭാഗ്യമൊക്കെ ഇല്ലാതെ പോയി. കാരണം നിന്നെ ഞാൻ മനസ്സിലാക്കിയ പോലെ എന്റെ മകള് മനസ്സിലാക്കിയില്ല. ഈശ്വരൻ കൂട്ടിച്ചേർത്ത ഈ ബന്ധം വേണ്ടെന്ന് വെക്കുന്നത് പാപമാണ്. അത്ര എനിക്ക് പറയാനുള്ളൂ. എന്റെ സ്വന്തമാണെന്ന് എനിക്ക് തോന്നിപ്പോയി. എന്നെ വേണ്ടെങ്കിൽ വേണ്ട, പക്ഷേ എനിക്കെങ്ങനെ വേണ്ടെന്ന് വെക്കാൻ പറ്റില്ല. എടാ മാധവൻകുട്ടി, വാടാ, വാ. കണ്ണാ